വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. മൗലാന ആസാദ് കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. മൗലാന ആസാദ് കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടന്നു. സാഹിത്യകാരൻ RS ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. ഒരു വ്യത്യസ്തമായ ഒരു മലയാള ഭാഷയിൽ അന്നുവരെ നിലവിലുണ്ടായിരുന്നതിൽ നിന്നുള്ള ഒരു വ്യത്യസ്തത അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ കാണാനായി. അദ്ദേഹം എഴുതിയത് എല്ലാ വിഭാഗം ആളുകൾക്കും സ്വീകാര്യമായി എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ കഥകൾ ഭാരതീയ ഭാഷകളിൽ മിക്കവാറും എല്ലാ ഭാഷകളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതുപോലെ വിദേശ ഭാഷകളിലും അദ്ദേഹത്തിൻ്റെ കഥകൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലൈബ്രറി പ്രസിഡന്റ് NKM ഷെരീഫ് അധ്യക്ഷനായി. ജോസ് ക്രിസ്റ്റഫർ, അഡ്വക്കേറ്റ് ഷൈജു ഇരട്ടക്കുളം, പ്രസ് ക്ലബ് സെക്രട്ടറി MM സലീം, ഹസൻ നാസിർ, K വിജയൻ സംസാരിച്ചു. സർവ്വചരാചരങ്ങളുടെയും അവകാശികളാണ്. അത് പക്ഷിമൃഗാദികളാകട്ടെ എല്ലാം അവകാശികളാണെന്നുള്ള തത്വം എഴുതിയ ആദ്യത്തെ എഴുത്തുകാരൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മൂന്നാമത്തെ പുസ്തകം ഞാൻ എഴുതിയത് മട്ടാഞ്ചേരിയും ഇരട്ടപ്പേരുകളും എന്ന പുസ്തകമാണ്. അനുസ്മരണ ചടങ്ങിൽ നമ്മുടെ സമീപത്തുള്ള MMOHSലെ കുട്ടികൾ ബഷീർ കഥാപാത്രങ്ങളുടെ രംഗാവിഷ്കരണം വാദി സമർത്ഥമായി ഇവിടെ അവതരിപ്പിക്കുന്നു. 14 കുട്ടികൾ ബഷീറിന്റെ കഥാപാത്രങ്ങൾ. ബഷീർ ഫലിതാവതരണ മത്സരത്തിൽ AK ഷെരീഫ്, E അബ്ദുൽ കലാം, റോയ് V എബ്രഹാം എന്നിവർ 1, 2, 3 സമ്മാനത്തിന് അർഹരായി. റൈസ നസ്രീൻ, അയാൻ യൂസഫ് പ്രോത്സാഹന സമ്മാനം ലഭിച്ചു. ചിത്രകാരൻ ദിനേശ് ഷേണായി വരച്ച ബഷീർ കഥാപാത്രങ്ങളുടെ കാരിക്കേച്ചറും ബഷീറിന്റെ കൃതികളുടെ പ്രദർശനവും നടന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഒരു വേറിട്ട വഴിയെ സഞ്ചരിച്ച ഒരു വ്യക്തിത്വം. തനിക്ക് പറയാനുള്ളതെല്ലാം വളരെ ലാഘവത്തോടെ സഞ്ചാരപ്രിയനായ, നർമ്മ ഭാഷണപ്രിയനായ. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.